പ്രേക്ഷകർക്കും സ്വാഗതം. ലോകം വളരെ തീവ്രഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സയൻസും ടെക്നോളജിയും ലോകത്തിനെ ഒരു ചെറിയ ഗ്രാമമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം മനുഷ്യൻ്റെ വിരൽ തുമ്പിൽ തന്നെയുണ്ട്. ഒരു സാധനം വാങ്ങണമെങ്കിൽ വീടിന് പുറത്തിറങ്ങി കടയിലേക്ക് പോയി വാങ്ങിക്കൊണ്ടുവരുന്ന കാലം എന്നോ അവസാനിച്ചിരിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ സാധനം നമ്മുടെ മുറ്റത്തെത്തുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇത്രയും ഉയർച്ച ലോകത്തിലുണ്ടായ ഒരു കാലം മുമ്പില്ല. അതേപോലെ തന്നെ നമുക്കറിയാം, മനുഷ്യ മനസ്സുകൾ ഇത്രത്തോളം സങ്കീർണമായ പ്രശ്നകലുഷിതമായ ഒരു സമയവും ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല. തീർച്ചയായും ഇവിടെ നമുക്ക് ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. നമ്മുടെ ലോകം ഇത്ര സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഓട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന് എവിടെയാണ് പിഴവ് പറ്റുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കാതെ കളയുന്നത്? അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സാർത്ഥകത എങ്ങനെയാണ് ഇല്ലാതായിത്തീരുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യും. വിചാരസാഗര മഥനത്തിൽ നമുക്ക് ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ച ലഭിക്കും. കാരണം നമ്മുടെ കൂടെ വളരെ ആഴത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണ ജീവിതമാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വം നമ്മുടെ കൂടെയുണ്ട്. ബ്രഹ്മകുമാർ രാജയോഗി സുരേന്ദ്രൻ ഭായിജിക്ക് വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. സുരേന്ദ്രൻ ഭായിജി, നമസ്കാരം. പല തവണയായി ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമായിരുന്നു. ഈ അങ്ങയുടെ ബാഡ്ജിൽ ഓം ശാന്തി എന്നുള്ള വാക്കുകൾ ആലേഖനം ചെയ്തത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ഈ പ്രത്യേക വാക്കിൻ്റെ ഉദ്ദേശം? എന്താണ് ഓം ശാന്തി എന്ന് പറയുമ്പോഴത്തേക്ക്, ഓം എന്നുള്ള ശബ്ദം ഒരു സംസ്കൃത പദമാണ്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അഹം ആത്മാ എന്നാണ്. അഹം ആത്മാ മം ശരീർ, ഇതെൻ്റെ ശരീരമാണ്, ഞാൻ ആത്മാവാണ്, എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. അപ്പോൾ ഇത് യൂണിവേഴ്സലായിട്ടുള്ള ആപ്ലിക്കേഷനുള്ള ഒരു ശബ്ദമാണ്. ഇത് ഒരു ധർമ്മത്തിന് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. സോ ഇത് നമ്മൾ ധരിക്കുക മാത്രമല്ല, ഇതിനനുസരിച്ച് ജീവിക്കുകയും വേണം. അതാണ് ഇതിൻ്റെ ലക്ഷണം. അപ്പോൾ ഞാൻ ശാന്തസ്വരൂപിയാണ്, ശാന്തി എൻ്റെ സ്വധർമ്മമാണ് എന്നുള്ളത് എനിക്ക് ഓർമ്മയുള്ളപ്പോഴത്തേക്ക് മറ്റുള്ളവരും അങ്ങനെ ശാന്തസ്വരൂപരാണ് എന്നുള്ള ബോധത്തിൽ ഞാൻ അവരെ കാണുകയും അവരോട് പെരുമാറുകയും ചെയ്യും. അങ്ങനെ ഇത് നമ്മളെ പലതരത്തിലുള്ള കുഴപ്പങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്ലോഗനാണ് ഓം ശാന്തി എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഓം ശാന്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് ഒരു 7 പ്രാവശ്യം അങ്ങനെ ഓം ശാന്തി ഓം ശാന്തി എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ശാന്തിയുടെ അനുഭവം ഉണ്ടാകാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് നോക്കിയാൽ മതി, ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം കേട്ടോ, ഒരു 7 പ്രാവശ്യം. അപ്പോൾ ഈ ഓം ശാന്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞു അതിൽ ഇത്രയും വലിയൊരു അർത്ഥം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, ഞാൻ ആത്മാവാണ് എന്നുള്ള ചിന്ത വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ ദേഹത്തിൽ നിന്ന് വേറിട്ട ഒരു ശക്തിയാണ്. അപ്പോൾ ഈ ഒരു ബോധത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ഓം ശാന്തി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് കൂടുതലും നമ്മൾ ദേഹബോധത്തിൽ ജീവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദേഹബോധത്തിൽ നിന്ന് യഥാർത്ഥ ബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പലതരത്തിലുള്ള യുക്തികളുടെ ആവശ്യമുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആത്മാവാണെന്നുള്ള ബോധത്തിൽ നോക്കുക. ഒരാളിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ആത്മാവാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ സംസാരിക്കുക. ഞാൻ നടക്കുമ്പോഴത്തേക്ക് ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധത്തിൽ നടക്കുക. ഇതെല്ലാം ഓരോ അഭ്യാസങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഓം ശാന്തി എന്നുള്ള ഈ സ്ലോഗൻ കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ കൂടെ ഇതെന്നെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ദേഹബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരുന്നതിന് ഇതെല്ലാം നമ്മളെ സഹായിക്കണമെന്ന്. കാരണം ഇത് എത്രയോ വർഷം കൊണ്ട് നമ്മൾ ശരീരബോധത്തിൽ ജീവിക്കുന്നവരാണ്. ശരീരബോധത്തിൽ ജീവിക്കുമ്പോഴത്തേക്ക് നമുക്ക് വാത ഉപദ്രവം ഉണ്ടാകുകയാണ്. വാത ഉപദ്രവം എന്ന് വെച്ചാൽ പഞ്ചവാതകൾ നമ്മളിൽ പ്രവേശിക്കുകയാണ്.
അതിന് നമ്മൾ ഭൂതങ്ങൾ വേണമെന്ന് പറയാം. പഞ്ചഭൂതങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം. അപ്പോൾ ഇത് ദേഹബോധത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് 5 കൂടെ കഴിഞ്ഞ് പ്രത്യക്ഷമാകാൻ തുടങ്ങും. പറയുകയാണെന്നുണ്ടെങ്കിൽ 7 ഉണ്ട്. കാമ, ക്രോധ, ലോഭ, മോഹ, അഹങ്കാര, അസൂയ, ആലസ്യം. ഇത് 7 ഏതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ആത്മാവിൻ്റെ ആ സ്വാഭാവിക സ്വഭാവത്തിൽ 7 സപ്ത ഗുണങ്ങളുണ്ട് ഉള്ളതുപോലെ ശരീരബോധത്തിൽ 7 എന്ന് വെച്ചാൽ സപ്ത അവഗുണങ്ങൾ പ്രത്യക്ഷമാകും. ഈ സ്വിച്ച് ആണാകുമ്പോഴത്തേക്ക് 7 സപ്ത അവഗുണങ്ങൾ പ്രത്യക്ഷമാകും. ഈ സ്വിച്ച് ആണാകുമ്പോഴത്തേക്ക് 7 സപ്ത സദ്ഗുണങ്ങൾ പ്രത്യക്ഷമാകും. ഒരു സ്മൃതിയുടെ വ്യത്യാസമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് സ്വിച്ച് ഓൺ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണം. അപ്പോൾ റാങ് സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒഴുക്കിലായിരിക്കും ഞാൻ. എൻ്റെ സങ്കല്പങ്ങളെല്ലാം അതുപോലെ ട്യൂണായി പോകും. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഫ്ലോ ആ ഡയറക്ഷനിലാവും. ഇങ്ങനെയുള്ളതാകുമ്പോഴത്തേക്ക് ഈ ഡയറക്ഷനിൽ ലൈഫിൻ്റെ ഫ്ലോ ആവും. കാരണം സങ്കല്പങ്ങൾ ഏത് രൂപത്തിലുള്ളതാണ് അതനുസരിച്ചായിരിക്കും എൻ്റെ ലൈഫിൻ്റെ ഫ്ലോ. ഇതിൽ കൂടുതൽ ബ്ലോക്സ് വന്നുകൊണ്ടിരിക്കും, ഇതിൽ ഫ്ലോ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇവിടെ ബ്ലോക്സും ഇവിടെ ഫ്ലോയും. അപ്പോൾ ഫ്ലോയാണോ എനിക്ക് വേണ്ടത്, ബ്ലോക്സ് ആണോ എനിക്ക് വേണ്ടത് എന്നുള്ള തീരുമാനിക്കണം. തീർച്ചയായിട്ടും എനിക്ക് ലൈഫിൽ ആ ഫ്ലോ വേണം. അപ്പം ഞാൻ ആ ദേഹബോധത്തിൻ്റെ സ്വിച്ചിനെ ഓഫ് ചെയ്യണം. അപ്പം നമ്മൾ ധ്യാനത്തിനെ കുറിച്ചും സംസാരിച്ചിരുന്നു. അപ്പോൾ വീണ്ടും രാജയോഗ ധ്യാനം എന്ന് പറഞ്ഞ് ഈശ്വരനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു, ഈശ്വരനിൽ നിന്നുള്ള ശക്തികൾ നേടുന്നു. ഈ ശക്തികൾ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് പിന്നെയും കാരണം നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ വന്ന ഒരു പോയിന്റ്, ഈശ്വരൻ മനുഷ്യൻ്റെ കർമ്മത്തിൽ ഇടപെടുന്നില്ല, ഞാൻ ചെയ്യുന്ന കർമ്മത്തിനുള്ള റിസൾട്ട് എനിക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈശ്വരൻ്റെ ആവശ്യമുണ്ടോ എന്നാണ്. കാരണം ഈശ്വരൻ ഒരു വെറും സിദ്ധാന്തമായിട്ട് അവശേഷിക്കുക. പലരും പല സിദ്ധാന്തങ്ങൾ പറയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ഭാവന സൃഷ്ടിയായിക്കൂടെ എന്നൊരാൾ ചിന്തിച്ചാൽ അതിനെ എങ്ങനെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കും? നമ്മൾ മനുഷ്യരാശി ഒരു വഴിത്തിരിവിൽ വന്ന് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് നമുക്കറിയാൻ വയ്യാത്ത ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ വഴി കാട്ടിത്തരണേ, ദൈവമേ എനിക്ക് സദ്ബുദ്ധി തരണേ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്തുവാണ്, ദൈവമേ അവർക്ക് സദ്ബുദ്ധി കൊടുക്കണേ എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഈശ്വരൻ മാത്രമേ ഈ സൃഷ്ടിയിൽ സർവജ്ഞനായിട്ടുള്ളൂ. ഈശ്വരൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. കാര്യമെല്ലാം ശരിയാണ്, നമ്മൾ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷേ വഴിത്തിരിവിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത് എന്നുള്ളത് നമുക്കറിയാൻ വയ്യാത്ത ഒരു പരിസ്ഥിതിയിലാണ്. നമുക്കറിയാം, ലോകത്ത് ഗവൺമെൻറ്റുകളെല്ലാം ക്രാഷായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ക്രാഷാവുന്ന സമയത്ത് സ്ഥാപനങ്ങൾ ക്രാഷായിക്കൊണ്ടിരിക്കുന്നു, ഗവൺമെൻറ്റ്സ് ക്രാഷായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നാലു ചുറ്റും ഭയമാണ്. കാരണം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഇതിനെ നിയന്ത്രിക്കണം, എങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഒരു ടോട്ടൽ ആശയക്കുഴപ്പത്തിലാണ് മനുഷ്യരാശി. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ദൈവം എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് അല്ല, അതൊരു പരമസത്യമാണ്. ഈശ്വരൻ എന്നുള്ള ആ ഒരു അസ്തിത്വത്തിൻ്റെ സാക്ഷാത് അസ്തിത്വം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ സുരേന്ദ്രൻ ഭായിജി വീണ്ടും ഒരു സംശയം മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലോകത്തിൽ നടക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ലോകത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടം തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഇൻഡിവിജ്വൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഞാൻ സുഖമായിട്ട് എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നു, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ കഴിയുമ്പോഴെല്ലാം മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്, എനിക്ക് ചെയ്യുന്ന ജോലിയിൽ എനിക്ക് തൃപ്തിയുണ്ട്, കുടുംബത്തിൽ എനിക്ക് വളരെ നന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അവിടെ
എന്തിന് ഞാൻ ഈശ്വരനെ പ്രാർത്ഥിക്കണം? കാരണം ഇപ്പോൾ മനുഷ്യൻ കർമ്മവും കർമ്മഫലവും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് എനിക്ക് റിസൾട്ട് കിട്ടുന്നു, അതിൽ ഈശ്വരൻ ഇടപെടുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ലോകത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ആണെങ്കിൽ പോലും എനിക്ക് വ്യക്തിപരമായി പ്രശ്നങ്ങളില്ലെങ്കിൽ എനിക്ക് ഈശ്വര വിശ്വാസം നിർബന്ധമാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ധ്യാനം എന്നുള്ള പ്രക്രിയയിലേക്ക് എങ്ങനെ കടക്കും? ഇത് ഒരു ഈശ്വര വിശ്വാസം നിർബന്ധമാണെന്ന് നമ്മൾ ആരെയും കൊണ്ട് നിർബന്ധിച്ച് ഇത് ചെയ്യാൻ ഒക്കുന്നതല്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ആധാരത്തിൽ ആണ് നമ്മൾ ഈശ്വര വിശ്വാസവും ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ഈശ്വരൻ ഈ സൃഷ്ടിയുടെ ആദ്യം മധ്യം അറിയാം എന്നുള്ള ആളാണ്. അപ്പോൾ ആ ആളിന് മാത്രമേ ഈ കർമ്മ ഫിലോസഫി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി അറിയാമൊക്കുള്ളൂ. ഈ കർമ്മ ഫിലോസഫി ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ ഞാൻ നല്ലവനാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. പക്ഷെ ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ 7 ഭൂതങ്ങളിൽ നിന്ന് സ്വതന്ത്രനാണോ? അപ്പോൾ ഞാൻ ദേഹബോധത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഭൂതങ്ങളുടെ ട്യൂണിങ്ങിലായിരിക്കും എൻ്റെ കർമ്മങ്ങൾ നടക്കുന്നത്. അത് സൂക്ഷ്മമായിട്ട് ഞാൻ എന്നെ പരിശോധിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും, എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ട്യൂൺ ചെയ്യുന്നത് ഈ ഭൂതങ്ങളുടെ ഇൻഫ്ലുവൻസിലായിരിക്കും. അപ്പോൾ അത് എന്തായിരുന്നാലും എൻ്റെ കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ ആകാനായിട്ട് എന്നെ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിക്കണം. നമ്മൾ സാധാരണഗതിയിൽ പറയുകയാണ്, ഞാൻ ആൾറൈറ്റാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴറിയാം, സൂക്ഷ്മ രൂപത്തിൽ എന്നിൽ നിന്ന് തെറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് മനസ്സിലാകുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇനി അങ്ങോട്ട് നോക്കുമ്പോഴത്തേ അറിയാം അതിങ്ങനെ ഒരു വെച്ചാൽ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ അത് ഉണ്ടാവുന്നുണ്ട്. കാരണം ദേഹബോധത്തിലാവുമ്പോഴത്തേക്ക് നമ്മൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങളുടെ പ്രഭാവത്തിലായിരിക്കും. ഒരാൾ എന്നെ പരാമർശിക്കുമ്പോഴത്തേക്ക് എനിക്ക് ദുഃഖമുണ്ടാകുന്നു, മറ്റൊരാൾ എന്നെ പുകഴ്ത്തുമ്പോൾ എനിക്ക് സുഖമുണ്ടാകുന്നു. അപ്പോൾ എൻ്റെ ട്യൂണിങ് മറ്റുള്ളവരുടെ കയ്യിലായിരിക്കും. കാരണം ഞാൻ അവരെ ആധാരമാക്കിയാണ് ജീവിക്കുന്നത്. അവർ പുകഴ്ത്തിയാൽ എനിക്ക് സന്തോഷമുണ്ട്, അവർ പരാമർശിച്ചാൽ എനിക്ക് ദുഃഖം ഉണ്ടാകുന്നെന്ന് വെച്ചാൽ ഐ ആം ബീയിങ് കൺട്രോൾഡ് ബൈ അതേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഭൂതങ്ങളുടെ ഇൻഫ്ലുവൻസിലാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അറ്റ് ദി സെയിം ടൈം, അതേസമയം ഞാൻ എന്നെ ആധാരമാക്കിയാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ശക്തികളെയും എൻ്റെ സദ്ഗുണങ്ങളെയും ഞാൻ ആധാരമാക്കി ജീവിക്കുമ്പോഴത്തേക്ക് എൻ്റെ ആക്ടിവിറ്റീസിനെ എല്ലാം തന്നെ എന്നിലുള്ള സപ്ത ഗുണങ്ങളായിരിക്കും ട്യൂൺ ചെയ്യുന്നത്. അതിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ആധാരമാക്കി ഞാൻ ഒരിക്കലും ജീവിക്കില്ല. ഞാൻ എപ്പോഴും ജീവിക്കുന്നത് എന്നെ ആധാരമാക്കി, എന്ന് വെച്ചാൽ ഞാനായിട്ട് ജീവിക്കാൻ തുടങ്ങും. ഇതാണ് വ്യത്യാസം. അപ്പോൾ അതിനെയാണ് ഈ സാധാരണ പറയുന്നത്, ഞാൻ സ്വതന്ത്രനായിട്ട് മാറുന്നു, മറ്റുള്ളവരുടെ പ്രഭാവത്തിൽ നിന്ന് ഞാനൊരു സ്വതന്ത്ര വ്യക്തിയായിട്ട് മാറും. സ്വതന്ത്രതയുള്ള വ്യക്തിക്ക് മാത്രമേ ജീവിതത്തെ ആസ്വദിക്കാനുള്ള കഴിവുണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വീണ്ടും എനിക്ക് നേരത്തെ നമ്മൾ കർമ്മത്തിനെ കുറിച്ചും കർമ്മഫലത്തിനെ കുറിച്ചും ഞാൻ എന്ത് ചെയ്യുന്നു അതിനെ എനിക്ക് തിരിച്ച്, പക്ഷെ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെയും കാണാറുണ്ടല്ലോ, ആർക്കും ഉപദ്രവം കൊടുത്തിട്ടില്ലാത്ത വ്യക്തികൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാവുന്നു. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവർ ചിലപ്പോൾ അവർക്ക് ഉയർച്ച ഉണ്ടാവുന്നു. അപ്പോൾ ഇതിൽ ഒരു സാധാരണക്കാരന് ഈ കർമ്മഫലം എന്ന് പറയുമ്പോൾ ഇതിലൊരു വലിയ വൈരുദ്ധ്യം നമ്മൾ ലോകത്ത് കാണുന്നില്ലേ? ശരിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, നമ്മൾ എല്ലാവരും ഒരു യാത്രയിലാണ്, ജീവിതയാത്രയിൽ. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫേസസാണ്. നമ്മൾ പല ജന്മങ്ങളും എടുത്തിട്ടുള്ളവരാണ്. ലൈഫ് ഒരു കോൺസ്റ്റൻറ്റ് ജേർണിയാണ്. ഇപ്പോഴത്തെ ജേർണി ഇപ്പോഴത്തത് മാത്രമേ നമുക്കറിയാവൂ. ഇതിൻ്റെ പിന്നിലുള്ള കണക്കൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ അവിടെയും സുരേന്ദ്രഭായി ഞാൻ വീണ്ടും തടസ്സപ്പെടുത്തുകയാണ്. കാരണം അപ്പോഴിപ്പോൾ പല ജന്മങ്ങൾ എന്ന് പറയുന്നത് തന്നെയും നമുക്കറിയാം, ഇത്
സയൻറ്റിഫിക് വേൾഡാണിപ്പോൾ. എല്ലാത്തിനും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പല ജന്മങ്ങളെടുക്കുന്ന അസ്തിത്വം നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ അതും ഒരു ആശയമാണ് എന്ന് പറഞ്ഞുകൂടെ? ഇല്ല, ആശയമല്ല, അതൊരു സത്യമാണ്. ബാംഗ്ലൂരിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളൊരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു ഡോക്ടർ 500-ൽ പരം ഈ പുനർജന്മങ്ങൾ എടുത്തിട്ടുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് അതിൻ്റെ ഒരു ബുക്ക് പോലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് സയൻറ്റിഫിക്കലായിട്ട് ഇത് പ്രൂവ് ആയിട്ടുണ്ട്, പുനർജന്മം ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഹിന്ദു ധർമ്മത്തിലായിരുന്നാലും പുനർജന്മത്തിനെ പറ്റി, പുനർജന്മത്തിൽ വിശ്വസിക്കുന്നതാണ്, വിശ്വാസമല്ല, അതൊരു സത്യമാണ്. അപ്പോൾ ഇപ്പോഴ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരാൾ എൻ്റെ ജീവിതത്തിൽ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളാണ്, പക്ഷേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ആ ആളിന് ഒരുപാട് ദുഃഖമുണ്ട്. ആ ആളിൻ്റെ പുറകിലുള്ള കണക്ക് എന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. കാരണം കാസ് ആൻഡ് എഫക്റ്റ്, ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. ഈ ലോകത്ത് നമ്മൾ കാണുന്നതാണ്. ഉദാഹരണത്തിന് ഇന്നലെ രാത്രി ഞാനൊരു സ്ഥലത്ത് ആഹാരം കഴിക്കാൻ പോയിരുന്നു. അവിടെ ചെന്ന് കൂടുതൽ ആഹാരം കഴിച്ച്, സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരമായിരുന്നു. രാത്രി 2 മണി ആയപ്പോഴത്തേക്ക് അത് തിരിച്ചു വരാൻ തുടങ്ങി. എന്താണ് കാരണമെന്ന് എനിക്കറിയാം, അറിഞ്ഞൂടെ? അതിനൊരു കാരണമുണ്ട്, അതുകൊണ്ടാണ് തിരിച്ചു വന്നത്. അതുപോലെ ഈ ലോകത്ത് ഉണ്ടാകുന്ന എല്ലാ സംഭവ വികാസങ്ങളുടെ പിന്നിൽ ഒരു കാരണമുണ്ട്. അതിൻ്റെ ആ കണക്ക് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് അതൊരു സംഭവ വികാസമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകുകയാണ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നു, പക്ഷേ ഒരുപാട് ദുഃഖങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ ആ ഫേസിൽ ആ ആൾ ഭയങ്കരനായിരുന്നു. ആ ആൾ ഒരു പക്ഷേ ഒരു പാഠം പഠിച്ചിട്ടായിരിക്കും പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വച്ച് ഹി ഹാസ് ടേൺഡ് ഹിസ് ലൈഫ്, മെൻഡിങ് ദ വേസ് എന്ന് പറയില്ലേ, യു മസ്റ്റ് മെൻഡ് യുവർ വേസ്. അപ്പോൾ അത് ഒന്ന് മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. മറ്റേ ആൾ എന്തെന്ന് വെച്ചിരുന്നാൽ മറ്റേ ആൾ മറ്റൊരു രീതിയിലാണ് ഇവിടെ വന്നിട്ട് അങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഇത് ഉണ്ടാകുകയാണ്. അപ്പോൾ എല്ലാത്തിനും ഈ ലോകത്ത് ഒരു കണക്കുള്ളതാണ്. കോസ് ആൻഡ് എഫക്റ്റ്, കോൺസിക്വൻസസ് ആണ്. നമുക്ക് ദുഃഖമുണ്ടാകുന്നു, അതിന് ഒരു കാരണമുണ്ട്. നമുക്ക് സുഖമുണ്ടാകുന്നു, അതിനൊരു കാരണമുണ്ട്. ഇറ്റ് ഈസ് പ്യുവർ സയൻറ്റിഫിക് തോട്ട്, സയൻറ്റിഫിക് റീസൺസ്. ഇറ്റ് ഈസ് പ്യുവർ സയൻസ്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഇത് ആണ് കർമ്മ ഫിലോസഫി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ഇത് വളരെ നല്ല ഒന്നാണ്. പക്ഷേ എനിക്കിവിടെ വീണ്ടും ഒരു ചോദ്യം. ഇപ്പോൾ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ്, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പൊരു കാരണം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇപ്പോൾ നിയമം അനുസരിച്ച് ഒരു കോസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോസ് ഇനിയിപ്പോൾ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനി അതിനെ ഞാൻ ഇല്ലാതാക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഇതിനെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ പോലും എനിക്കിനി അതിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്കെൻ്റെ ജീവിതത്തിനെ വളരെ സുന്ദരമാക്കി മാറ്റണം. അപ്പോൾ ഈ പിന്നിൽ കിടക്കുന്ന ഈ കോസ് ഞാനിനി അതിന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിരുന്നാൽ, ഒന്ന് സത്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മറ്റുള്ളവർക്ക് സുഖം പകർന്നു കൊടുക്കാനുള്ള ഒരു പ്രയത്നം, ഓൺ ദ വേ, മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ സമാധാനം നശിപ്പിക്കാതെ അവർക്ക് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വേസ്, ഇതിനാണ് പറയുന്നത് പുണ്യം ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ചിലർ പുണ്യം എന്ന് പറഞ്ഞിരുന്നാൽ ആഹാരം കൊടുക്കുന്നത് പുണ്യമാണ്, വസ്ത്രം കൊടുക്കുന്നത് പുണ്യമാണെന്നൊക്കെ പറയുന്നത്. അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഒരാളിന് മനസ്സമാധാനം കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരാളിന് സുഖം പകർന്നു കൊടുക്കുക. അനേകം ആൾക്കാർക്ക് നിങ്ങൾ സുഖം പകർന്നു കൊടുക്കുമ്പോഴത്തേക്ക് അത് വലിയൊരു പുണ്യമാണ്. അതിൻ്റെ അങ്ങനെ അനേകം പേര് സുഖമുള്ളവരാകുമ്പോഴത്തേക്ക് അവരിൽ നിന്നുണ്ടാകുന്ന ഒരു ആശീർവാദം, ഈ ആൾ എന്നെ സഹായിച്ചു കേട്ടോ, ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സങ്കല്പം അങ്ങനെ ഉയരുകയാണ്, ഒരു ഭാവം. അത് നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യും. അത് വളരെ സട്ടിലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആശീർവാദങ്ങൾ നമ്മൾ പ്രാപ്തമാക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭാരം കുറയാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഈ പുണ്യകർമ്മങ്ങൾ ഞാനിപ്പോൾ എനിക്ക് തിരിച്ചറിവ് വന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി
ഞാനിത് മുമ്പ് ചെയ്തതിൻ്റെ ആണ്. അപ്പോൾ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ ചെയ്തിരുന്നത് എത്ര വലിയ തെറ്റാണെങ്കിൽ തന്നെയും എനിക്ക് അതിൽ നിന്നുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അത് ഒരു ഫേസ്. മറ്റൊരു ഫേസ് എന്തെന്ന് വെച്ചിരുന്നാൽ ഈശ്വരധ്യാനം. മനസ്സിലായില്ലേ? ഈശ്വരധ്യാനം ചെയ്യുമ്പോഴത്തേക്ക് അതിന് നമ്മൾ പറയുന്നത് യോഗ പവർ എന്നാണ് പറയുന്നത്. ഈശ്വരനിൽ നിന്നുള്ള ശക്തി നമ്മളിൽ പ്രവേശിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്നിൽ ഉണ്ടായിട്ടുള്ള ആ ദുഷ്കർമ്മങ്ങളുടെ എഫക്റ്റ് കുറയാൻ തുടങ്ങും. അത് മറ്റൊരു ഫേസ്. ഇത് ഇൻ്റർണലായിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്. ഇത് എക്സ്റ്റേണലായിട്ടുള്ള ഇതിൻ്റെ മറ്റൊരു വശം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒത്തു വേണം. ഒരു ഭാഗത്ത് സത്കർമ്മം ചെയ്യാൻ വേണം, മറ്റൊരു ഭാഗത്ത് തപസ്സിൻ്റെ ബലം കൊണ്ട് എനിക്ക് പുതുക്കിയെടുക്കുകയും വേണം. എന്നുവെച്ചാൽ ഞാൻ ഇനി മുമ്പോട്ട് ഫൈൻ ട്യൂണിങ് ആയും. മനസ്സിലായില്ലേ? പിന്നെ എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ ഒക്കാത്ത ഒരു അവസ്ഥയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലാതെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യത്തിലും എന്നെക്കൊണ്ട് ഇടപെടാൻ ഒക്കാത്ത ഒരവസ്ഥ ഞാൻ എത്തിച്ചേരും. അതാണ് ആത്മബലം എന്ന് പറയുന്നത്. ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന ആ ബലം എന്നെ എംപവർ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ആത്മബലം വർദ്ധിക്കും. അതിനോടൊപ്പം ഒരുപാട് ബെനിഫിറ്റ്സ് എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ ആഴമേറിയ ഒന്നാണ്. കാരണം ഇപ്പോൾ ഒരു വ്യക്തി എത്ര തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഒന്ന്. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ട്. അപ്പോൾ ഈശ്വര ധ്യാനം. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തപസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തപസ് എന്നുള്ളത് കൊണ്ട് ധ്യാനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ധ്യാനത്തിൻ്റെ ഇൻറ്റൻസ് സ്റ്റേജ്, ഒരേ ഒരു ഈശ്വര സ്മൃതിയിൽ തലീനമായിരിക്കുന്ന ആ സ്ഥിതിവിശേഷം, അതിനാണ് തപസ്സെന്ന് പറയുന്നത്. അത് ഭക്തിയിൽ നമ്മൾ കാണുന്നത് ചിലരെല്ലാം ഒരു കാലിൽ നിന്ന് തപസ് ചെയ്യുന്നതായിട്ടാണ്. വാസ്തവത്തിൽ കാലിലല്ല നിൽക്കുന്നത്, ഏകാഗ്രചിത്ത അവസ്ഥ, അതാണ് തപസ്. അതിനെ ഒരു കാലിൽ നിൽക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അർജുനൻ ഒരു കാലിൽ നിന്ന്, മറ്റൊരാൾ ഒരു കാലിൽ നിന്ന് തപസ് ചെയ്ത് എത്രയോ വർഷം തപസ് ചെയ്തെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇതാണ്, ഈ കാലിലാണ് നിൽക്കേണ്ടത്, ബുദ്ധിയുടെ കാലിലാണ് നമുക്ക് നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ധ്യാനം നമ്മുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള ഒരു മറുമരുന്നാണ്. ഒരു പറഞ്ഞു വെച്ചാൽ ഓവറോൾ എംപവർമെൻ്റ് ആവും എൻ്റെ. അതിൽ ഒരു ഭാഗത്ത് എൻ്റെ ഇൻ്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവും. ആളുകളുമായിട്ട് ഞാൻ ടോട്ടലി പോസിറ്റീവ്ലി കണക്റ്റ് ആവും. മനസ്സിലായില്ലേ? മറ്റൊരു ഭാഗത്ത് എൻ്റെ എമോഷണൽ കോൺഫ്ലഗ്രേഷൻ ശാന്തമാകും. ഉള്ളിലുള്ള ഭാവനാത്മകമായിട്ടുള്ള ആ ചൂടുണ്ടല്ലേ, അതങ്ങ് ശാന്തമാവും. നമ്പർ 3, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് ആയിരിക്കില്ല ഞാൻ കാണുന്നത്, അതിനെ അവസരങ്ങളായിട്ട് കാണാൻ തുടങ്ങും. എൻ്റെ കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് തുടങ്ങും. അതാണ് ഇതിൻ്റെ ഫലം. ഇവിടെ ഇന്ന് നമുക്ക് വളരെയധികം ആഴമേറിയ, കാരണം മനുഷ്യൻ ഇന്ന് നമ്മൾ പറഞ്ഞു സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും കൂടുതൽ വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സ് കലുഷിതമായ ഒരു കാലം മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് മനുഷ്യൻ ചെയ്യേണ്ടത്, മനുഷ്യൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ദുഃഖിക്കുന്ന വ്യക്തി ആദ്യം തിരിച്ചറിയേണ്ടത് ഇത് മറ്റാരും ഉണ്ടാക്കി തന്നതല്ല, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കാരണം ഞാൻ വളരെ മുമ്പും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സയൻറ്റിഫിക്കായ ഒരു കാര്യമാണ്. എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ 2 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും: ഈശ്വര ധ്യാനവും, അതോടൊപ്പം ഇനി വികർമ്മങ്ങളിൽ നിന്ന് മാറി സത്കർമ്മങ്ങളിലേക്ക് എനിക്ക് വരാൻ സാധിക്കും. സുരേന്ദ്രൻ ഭായ്, വളരെയധികം നന്ദി ഇത്രയും ഉൾക്കാഴ്ചകൾ ഇന്ന് പകർന്നു തന്നതിന്. ഇനിയും നമുക്ക് ധാരാളം സംശയങ്ങളുണ്ട്. കാരണം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ തപസ് അല്ലെങ്കിൽ ഈ ധ്യാനം ഒരു എങ്ങനെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? പിന്നെ അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈശ്വരോന്മുഖമാണ് ധ്യാനം എന്ന് പറഞ്ഞു. ആരാണ് ഈശ്വരൻ? അതൊരു വ്യക്തിയാണോ? അല്ലെങ്കിൽ ഈശ്വരൻ്റെ സ്വരൂപം എന്താണ്? പല മതങ്ങളും ഈശ്വരനെക്കുറിച്ച് പല